ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. തിമിർത്തു പെയ്യുന്നു മഴയും ദുരിതവും. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. മഴയ്ക്കൊപ്പം വീശിയടിച്ച കാറ്റിൽ പലയിടത്തും വൻമരങ്ങൾ കടപുഴകി. വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. നദികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. ചെറുഡാമുകൾ പലതും തുറന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് പെയ്തത് കാലവർഷം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും കൂടിയ മഴയാണ്. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കളക്ടർമാരുടെ യോഗം റവന്യൂ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നു. ശക്തമായ മഴയിൽ തിരുവനന്തപുരം പള്ളിപ്പുറം CRPF ക്യാമ്പിന് സമീപം വീടിന്റെ മൺഭിത്തി തകർന്നു. 2 കുഞ്ഞുങ്ങൾ ഉൾപ്പെട്ട കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. കഴക്കൂട്ട് മഹാദേവർ ക്ഷേത്രത്തിനു മുൻപിൽ കൂറ്റൻ പരസ്യബോർഡ് നിലംപൊത്തി. തിരുവനന്തപുരം ജില്ലയിൽ മൈനിംഗ് പ്രവർത്തനങ്ങളും വിനോദസഞ്ചാരവും നിരോധിച്ചു. പത്തനംതിട്ട അരിഞ്ഞിലാമൺ കുറുമ്പൻമൊഴി കോസ്വേ മുങ്ങിയതോടെ 500ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കോട്ടയത്ത് ജൂൺ 30 വരെ ഖനനം നിരോധിച്ചു. ഈരാറ്റുപേട്ട വാഗ്മൺ റോഡിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനം. ഇടുക്കി ദേവികുളത്ത് വീടിന് മുകളിലേക്ക് കരിങ്കൽക്കെട്ട് ഇടിഞ്ഞു വീണു. ഏലപ്പാറ ബോണാമിയിൽ മരമൊടിഞ്ഞു വീണ് വീട് ഭാഗികമായി തകർന്നു. വാളറയിൽ നിർത്തിയിട്ടിരുന്ന സ്കൂൾ വാനിന് മുകളിലേക്ക് ഇല്ലിക്കൂട്ടം മറിഞ്ഞു വീണു. കല്ലാർകുട്ടി, പാമ്പള, മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നു. ജില്ലയിൽ രാത്രിയാത്ര നിരോധിച്ചിരിക്കുകയാണ്. എറണാകുളം പൂത്തൃക്ക പഞ്ചായത്തിലെ 7ാം വാർഡിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. വീട്ടിലുണ്ടായിരുന്നവർ പുറത്തേക്കോടിയതിനാൽ അപകടമൊഴിവായി. ആലുവ പെരിയാർ തീരത്ത് കനത്ത കാറ്റിൽ മരങ്ങൾ കടപുഴക്കി. മട്ടാഞ്ചേരി ബസാറിൽ പുരാതന കെട്ടിടം തകർന്നു. 5 കുടുംബങ്ങളാണ് കെട്ടിടത്തിലുള്ളത്. കാക്കനാട് തെങ്ങോട് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. 7 കുടുംബങ്ങളിലെ 20 പേരാണ് ക്യാമ്പിലുള്ളത്. തൃശൂർ പെരിങ്ങൽകുത്ത് ഡാം തുറന്നു. 9 ജില്ലകളിൽ NDRF സംഘം ക്യാമ്പ് ചെയ്യുന്നുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഇപ്പോൾ മധ്യകേരളം മുതൽ മഹാരാഷ്ട്ര തീരം വരെ ഒരു ന്യൂനമർദ്ദ പാത്തി സ്ഥിതി ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് കേരളത്തിൻ്റെ തീരത്ത് പടിഞ്ഞാറൻ തെക്കു പടിഞ്ഞാറൻ കാറ്റ് ശക്തമായിട്ട് തുടരുന്ന ഒരു സ്ഥിതിയാണ് നിലനിൽക്കുന്നത്. ഒരു 3 ദിവസം കൂടി ഇന്നുൾപ്പെടെ മറ്റന്നാൾ വരെ പൂർണ്ണമായും ശക്തമായ മഴയോ അതിതീവ്രമായ മഴയോ വിവിധങ്ങളായ മേഖലകളിൽ ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. പാലക്കാട് ആലത്തൂർ പത്തനാപുരത്ത് നടപ്പാലം തകർന്നു വീണു. 1500 കുടുംബങ്ങൾക്ക് ഭാരതപ്പുഴ കടന്ന് ആലത്തൂരിലേക്ക് എത്താനുള്ള താൽക്കാലിക പാലമാണ് തകർന്നത്. കണ്ണൂർ തലശ്ശേരി തലായി ദത്താത്രേയ മഠത്തിന് സമീപം കിണർ 3 മീറ്ററോളം ഇടിഞ്ഞു താഴ്ന്നു. പനോനേരിയിൽ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ മുറ്റത്തെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് 2 വീടുകൾക്ക് കേടുപാടുണ്ടായി. കനത്ത മഴയിൽ മുള്ളപ്രപ്പാലവും സമീപത്തെ കൃഷിയിടങ്ങളും വെള്ളത്തിനടിയിലായി. നടാലിലെ കടകളിൽ വെള്ളം കയറി. കോഴിക്കോട് കടലുണ്ടിയിലും നാദാപുരത്തും വീടിന് മുകളിലേക്ക് മരം വീണു. പേരാമ്പ്രയിൽ നിർത്തിയിട്ട് ജീപ്പിന് മുകളിൽ മരം വീണു. വയനാട് നെന്മേലിയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ന്യൂസ് ഡെസ്ക് 24. സംസ്ഥാനത്ത് മഴയ്ക്കു പിന്നാലെ കടൽക്ഷോഭവും അതിരൂക്ഷമാവുകയാണ്. ആലപ്പുഴ എറണാകുളം തീരദേശപാതയിൽ വെള്ളം കയറിയതോടെ ഗതാഗതം പ്രതിസന്ധിയിലായി. കോഴിക്കോട്, തൃശൂർ, മലപ്പുറം, എറണാകുളം ജില്ലകളിലാണ് അതിരൂക്ഷമായ കടലാക്രമണം തുടരുന്നത്. മഴക്കാലത്തിന് മുൻപ് കടൽ ഭിത്തികൾ ബലപ്പെടുത്താത്തതും നിലവിലുള്ളത് നീളം കൂട്ടാത്തതും തീരങ്ങൾക്ക് തിരിച്ചടിയായിരിക്കുകയാണ്. റോഡിന്റെ പണിയല്ലേ ചെയ്യാനുള്ളത്, ഈ സീവാളിന്റെ പണി ചെയ്യണം, ജനങ്ങളെ സംരക്ഷിക്കണം. അല്ലെങ്കിൽ നേതാക്കന്മാരെ രാജിവെച്ച് വീട്ടിൽ പോയിരിക്കണം. പാവപ്പെട്ട മനുഷ്യരോടെ കേൾക്കണില്ല. ഞങ്ങളെ എല്ലാ വീടും പോയിക്കൊണ്ടിരിക്കണം. ഇവിടെ മന്ത്രിമാർക്കൊക്കെ പെറാതിലെന്ന് തുടങ്ങാം, യാസീർ ഭൂമികളെന്ന് തുടങ്ങാം. മഴ മാറി നിൽക്കുമ്പോഴും കടൽ കലിതുള്ളി കരയിലേക്ക് കയറുന്നതിന്റെ സങ്കടമാണ് ഓരോ തീരദേശവാസിയുടെയും വാക്കിലുള്ളത്. മഴയ്ക്ക് മുമ്പ് തന്നെ അധികൃതരോട് പലവട്ടം പറഞ്ഞതാണ് എന്തൊക്കെ ചെയ്യണമെന്ന്. തീരദേശ ജനതയുടെ വാക്കിന് അധികൃതർ വില കൽപ്പിക്കാതിരുന്നതോടെ ഇപ്പോൾ ദുരിതമനുഭവിക്കുന്നതും അതേ ജനത തന്നെ. എറണാകുളം ജില്ലയുടെ കണ്ണമാലി തീരത്ത് അതിരൂക്ഷമായ കടലാക്രമണമാണ് ഉണ്ടായത്. നിരവധി വീടുകളിലും കണ്ണമാലി പോലീസ് സ്റ്റേഷനിലും തിര അടിച്ചുകയറി.
കടൽക്ഷോഭം ഇങ്ങനെ തുടർന്നാൽ ദുരിതം കൂടുമെന്നാണ് തീരദേശവാസികൾ പറയുന്നത്. കോഴിക്കോട് ജില്ലയിൽ കാപ്പാടം, മലപ്പുറം പൊന്നാനിയിലും കടലാക്രമണം രൂക്ഷമായി. ശക്തമായ കടലാക്രമണത്തിൽ തീരദേശ റോഡിൽ വരെ വെള്ളം കയറി. തൃശൂരിന്റെ തീരദേശ മേഖലകളായ എറിയാട്, വാടാനപ്പള്ളി, തളിക്കുളം, ചാവക്കാട് മേഖലകളിലും ശക്തമായ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. ചേറ്റുവ അഴിമുഖത്ത് 3 വീടുകൾ തകർച്ച ഭീഷണിയിലാണ്. കടലേറ്റം രൂക്ഷമായ ആലപ്പുഴ പുന്നപ്പുറയിലെ ഫിഷിംഗ് ഹാർബറും 100ഓളം വീടുകളും അപകട ഭീഷണിയിലാണ്. തീരമേഖല നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകളാകും ഈ മഴക്കാലത്തും തീരദേശത്തെ കാത്തിരിക്കുന്നത്. മഴക്കാലത്തിന് മുൻപ് തീരദേശ ജനത പറഞ്ഞ വാക്ക് സർക്കാർ കേട്ടിരുന്നുവെങ്കിൽ കണ്ണമാലി തീരത്തെ ജനങ്ങൾക്ക് ഇന്നീ ദുരിതം അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. തീരദേശത്തെ അനുഭവസമ്പന്നരായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സർക്കാരും ഉദ്യോഗസ്ഥരും ഇനിയെങ്കിലും തയ്യാറാകുമോ? നിഖിലിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. സംസ്ഥാനത്ത് വ്യാപകമായി അതിശക്തമായ മഴയ്ക്കാണ് സാധ്യത. 14 ജില്ലകളിലും കാലാവസ്ഥാ വകുപ്പ് മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലയോര മേഖലയിലും തീരദേശ മേഖലയിലും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. രാത്രിയിലും ശക്തമായ മഴ തുടരാൻ തന്നെയാണ് സാധ്യത. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ കോട്ടയം, ഇടുക്കി, വയനാട് ജില്ലകളിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി. കോട്ടയത്ത് ഖനന പ്രവർത്തനങ്ങൾക്ക് കളക്ടർ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴ തുടരുന്ന സാഹചര്യത്തിൽ വയനാട്, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും PSC പരീക്ഷകൾക്കും അവധി ബാധകമല്ല. വയനാട്ടിൽ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല എന്ന് കളക്ടർ ഡോക്ടർ രേണു രാജ് അറിയിച്ചു. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലയിലെ അംഗനവാടികൾക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താ മഴ കടക്കുകയാണ്. കണ്ണൂരിലെ CPIM-നെ പ്രതിരോധത്തിലാക്കി പാർട്ടി വിട്ട DYFI നേതാവിന്റെ വെളിപ്പെടുത്തൽ. P. ജയരാജനെതിരെ ഗുരുതര ആരോപണവുമായി മനു തോമസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് വ്യവസായങ്ങൾ കെട്ടിപ്പൊക്കിയെന്നാണ് P. ജയരാജനെതിരായ വിമർശനം. പാർട്ടിയിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ശ്രമിച്ചെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആരോപണമുണ്ട്. നേരത്തെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്ന് P. ജയരാജൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് മനു തോമസ് വിമർശനം കടുപ്പിച്ചത്. പാർട്ടി വിട്ടതിനു പിന്നാലെയും പരസ്യപ്പോരിന് മടിക്കാതെ മനു തോമസ് കണ്ണൂരിലെ ചില CPIM നേതാക്കൾക്ക് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുണ്ടെന്ന് ആദ്യ വെളിപ്പെടുത്തൽ. പിന്നാലെ മനുവിനെ കടന്നാക്രമിച്ച ഫേസ്ബുക്ക് കുറിപ്പുമായി CPIM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ. കൊട്ടേഷൻ സംഘത്തിനെതിരായി പോരാടുന്നുവെന്ന മനുവിന്റെ അവകാശവാദം ആരെ കബളിപ്പിക്കാനെന്ന് ചോദ്യം. മാധ്യമങ്ങളുടെ CPIM വിരുദ്ധത മനുവിന് പോരാളി പരിവേഷം നൽകുന്നുവെന്നും ജയരാജന്റെ പരിഹാസം. വ്യാപാര സംരംഭങ്ങളിൽ നിന്ന് ഒഴിവാകാനുള്ള പാർട്ടി നിർദ്ദേശം മനു അവഗണിച്ചെന്നും ജയരാജന്റെ കുറ്റപ്പെടുത്തൽ. പിന്നാലെ P. ജയരാജന് കടുത്ത ഭാഷയിൽ മറുപടിയുമായി മനു തോമസ്. P. ജയരാജന്റെ ഇന്നത്തെ അവസ്ഥ ദയനീയം. CPIM-ൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ജയരാജൻ ശ്രമിച്ചു. നാട്ടിലും വിദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് P. ജയരാജൻ കച്ചവടങ്ങൾ കെട്ടിപ്പൊക്കി. ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോരത്തെ പാർട്ടി ഏരിയ സെക്രട്ടറിയെ മാറ്റി. സ്വന്തം ഫാൻസുകാർക്ക് വേണ്ട കണ്ടന്റുകൾ പാർട്ടിയുടേതെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പ്രചരിപ്പിച്ചു. സംവാദത്തിനും മനുവിന്റെ വെല്ലുവിളി. ഇതിനിടെ യുവജന കമ്മീഷൻ അധ്യക്ഷൻ M. ഷാജറിന് സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായുള്ള ബന്ധം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മനു പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്തിന്റെ പകർപ്പും പുറത്തുവന്നു. 24 കണ്ണൂർ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ വരുന്ന മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്കാണ് കടക്കുന്നത്. തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയുടെ പാളികൾ ഇളകി വീണു. കനത്ത മഴയെ തുടർന്നാണ് അപകടമുണ്ടായത്. കാൽനട യാത്രക്കാരുടെ സമീപത്തേക്കാണ് ഇത് പതിച്ചത്. എങ്കിലും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഞങ്ങളുടെ തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. MG പ്രതീഷ് വിശദാംശങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് പ്രതീഷ്, കനത്ത മഴയെ തുടർന്നാണോ ഈ അപകടമുണ്ടായത്?
വിജയകുമാർ, തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഉച്ച മുതൽ തന്നെ ശക്തമായ മഴയായിരുന്നു. ഇപ്പോഴാണ് കുറച്ചു സമയം മുമ്പ് വരെയാണ് ഈ മഴയ്ക്ക് നേരിയ ശമനമുണ്ടായത്. ഉച്ച മുതൽ പെയ്യുന്ന ശക്തമായ മഴയിലായിരുന്നു പടിഞ്ഞാറേക്കോട്ടയുടെ പാളികൾ ഇളകി വീണത്. ഈ തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിലുള്ള പടിഞ്ഞാറേക്കോട്ടയിലാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചത്. പക്ഷേ ഈ ഘട്ടത്തിൽ ഈ പാളികൾ ഇളകി വീഴുന്ന സമയത്ത് യാത്രക്കാർ സമീപത്തുണ്ടായിരുന്നുവെങ്കിലും അവരുടെ അടുത്തേക്ക് ഈ പാളികൾ ഇളകി വീണില്ല. അതാണ് വലിയൊരു അപകടം ഉണ്ടാക്കിയത് എന്നതാണ് സമീപത്തുള്ള നാട്ടുകാർ പറയുന്ന കാര്യം. ഈ പുരാവസ്തു വകുപ്പിന്റെ അധീനതയിലുള്ള ഒരു കോട്ട കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം ഒരു മേൽനോട്ടത്തിൽ സൂക്ഷിക്കുന്ന ഒരു കോട്ടയാണ്. ശക്തമായ മഴയിൽ അതിന്റെ ഒരു ഭാഗം, അതിന്റെ പാളികൾ ഇളകി വീണിട്ടുള്ളത്. നിലവിൽ ആ ഭാഗത്തുകൂടി വാഹനങ്ങളും ഒപ്പം കാൽനട യാത്രക്കാരും പോകാതിരിക്കാനുള്ള ക്രമീകരണം ഇതിനോടകം തന്നെ നാട്ടുകാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് ഓറഞ്ച് അലർട്ടാണ്. അതിശക്തമായ മഴയ്ക്കുള്ളൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ജാഗ്രത എല്ലായിടങ്ങളിലും വേണമെന്ന് തന്നെയാണ് നിലവിൽ ജില്ലാ ഭരണകൂടവും നൽകുന്ന മുന്നറിയിപ്പ്. വിജയകുമാർ, പ്രതീക്ഷ, ഇതിൽ ഇനിയും അപകട സാധ്യതയുണ്ടോ? അത് ഇളകി നിൽക്കുന്നു എന്ന് ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടെ പ്രത്യേക ജാഗ്രതയൊക്കെ വേണ്ടി വരുമല്ലോ. പുരാവസ്തു വകുപ്പിൻ്റെതായതുകൊണ്ട് അവർക്ക് മാത്രമല്ലേ അതിൽ എന്തെങ്കിലുമൊക്കെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ ചെയ്യാൻ കഴിയൂ? വിജയകുമാർ, തീർച്ചയായും. കാരണം ഈ നേരത്തെ അത്തരമൊരു അപകട സാധ്യത ഈ ഇടത്ത് കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്നായിരുന്നു, അപ്രതീക്ഷിതമായിരുന്നു ഈ പടിഞ്ഞാറേക്കോട്ടയുടെ പാളികൾ അല്പസമയം മുമ്പ് ഇളകി വീണത്. ഈ സമീപത്ത് ഈ ഓട്ടോ സ്റ്റാൻഡ് ഉൾപ്പെടെയുണ്ട്, ചെറിയ കടകൾ ഉൾപ്പെടെയുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇനി രാത്രിയോടുകൂടി തന്നെ മഴ ശക്തമായാൽ ഈ അപകടം, കൂടുതൽ പാളികൾ ഇളകി വീഴാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടു തന്നെ ആ ഭാഗത്തേക്കുള്ള ഈ യാത്ര അല്ലെങ്കിൽ അതുവഴി കടന്നു പോകുന്നതിനുള്ള ഒരു നിരോധനം അല്ലെങ്കിൽ അത്തരത്തിലൊരു ക്രമീകരണം അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ചെറിയ ഈ കയർ വെച്ച് തിരിച്ചാണ് ആ മേഖല ഇപ്പോൾ മാറ്റി നിർത്തിയിരിക്കുന്നത്. അതിലേക്കുള്ള ഈ കാൽനട യാത്രക്കാരുൾപ്പെടെ അതിലേ പോകരുതെന്നൊരു നിർദ്ദേശം നിലവിൽ ആളുകൾ നൽകിയിട്ടുണ്ട്. നാളെയോടുകൂടി തന്നെ ഈ പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലത്തെത്തി സന്ദർശിക്കുമെന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. വിജയകുമാർ, കനത്ത മഴയെ തുടർന്നാണ് ഈ പാളികൾ ഇളകി വീണത്. കാൽനട യാത്രക്കാരുടെ സമീപത്തേക്ക് അത് പതിച്ചെങ്കിലും കാര്യമായ അപകടമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് MG പ്രതീഷ് റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരത്തു നിന്ന്. മറ്റൊരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആലപ്പുഴയിൽ മതിലിടിഞ്ഞ് വീണ് വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. അന്തേക് പറമ്പിൽ അലി ഹസീന ദമ്പതികളുടെ ഏക മകൻ ഫയാസ് ആണ് മരിച്ചത്. ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഫയാസ്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകും. മനീഷ്, എങ്ങനെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്? വിജയകുമാർ, ഈ ഒരു ആലപ്പുഴ നഗരസഭയിലെ ആറാട്ട് വഴി എന്ന സ്ഥലത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. രാത്രി ട്യൂഷൻ കഴിഞ്ഞ് ഇന്ന് 7:30 തന്നെ അവിടെ നിന്ന് വരുന്ന സമയത്താണ് വീടിന്റെ അവിടെ നിർത്തിയപ്പോഴാണ്, ഈ സൈക്കിൾ അവിടെ നിർത്തിയ സമയത്താണ് മഴയിൽ കുതിർന്നു നിന്നൊരു മതിലായിരുന്നു. ഇവരുടെ വീടിന്റെ തൊട്ടടുത്ത വീട്ടിൽ തന്നെ മതിലാണ്. ഈ മരിച്ചത് നിലവിൽ ആലപ്പുഴ ആറാട്ട് അന്തേക്ക് പറമ്പിൽ അലിയുടെ മകൻ ഫയാസ് ആണ് മരിച്ചത്. ഫയാസിന് 14 വയസ്സാണുള്ളത്. 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അവിടെ വെച്ച് ഈ മതിൽ ഇടിഞ്ഞ് ദേഹത്തേക്ക് വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ലജനത്ത് സ്കൂളിൽ ഇത് വിട്ട ശേഷം പിന്നീട് ട്യൂഷൻ കഴിഞ്ഞ് സൈക്കിളിൽ വരുന്ന സമയത്താണ് ഈ മതിലിൽ അവിടെ നിർത്തി മറ്റൊരാൾ സംസാരിക്കുന്ന സമയത്താണ് മഴ പെയ്ത് കുതിർന്ന മതില് ഈ വിദ്യാർത്ഥിയുടെ മേത്തേക്ക് വീണത്. ഈ നാട്ടുകാർ പറയുന്നത് 3 വർഷമായി തന്നെ മതിൽ വലിയ അപകടാവസ്ഥയിലാണ്, വലിയ പൊക്കത്തിലുള്ള ഒരു മതിലാണ്. പക്ഷേ ഇത് ജീർണാവസ്ഥയിലാണ്. ഇത് മഴ വരുന്ന സമയത്തൊക്കെ ഇതിൽ ഇഷ്ടിക അടർന്ന് താഴേക്ക് വീഴാറുണ്ടായിരുന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ട്. എന്താണെങ്കിലും അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ട് അതിൽ അധികൃതരൊന്നും ഒരു നടപടി എടുത്തില്ല. ഒരു കുട്ടിയുടെ മരണത്തിലേക്കാണ് ഇങ്ങനെ ഒരു സംഭവം ഇടയാക്കിയത്. വിജയകുമാർ, അതിദാരുണമായ ഒരു സംഭവമാണ്. ലജനത്ത് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി ഫയാസ് മരിച്ചു. മതിലിടിഞ്ഞ് വീഴുകയായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ജീർണാവസ്ഥയിലാണ്. മഴ കനത്തതോടെ അത് ഇടിഞ്ഞു വീഴുമെന്ന ആശങ്ക നാട്ടുകാർ പങ്കുവച്ചതാണ്. പക്ഷേ ആരും അത് ഇടപെട്ടില്ല. അതാണ് ഇപ്പോൾ ഫയാസ് എന്ന 14-കാരൻ്റെ ജീവൻ എടുത്തത്. മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത് ആലപ്പുഴയിൽ നിന്ന്. സംസ്ഥാനത്തെ വിലക്കയറ്റം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. 50ാം വാർഷികത്തിൽ സർക്കാർ സപ്ലൈകോയുടെ അന്തകരായി മാറിയെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിൽ വിലക്കുറവാണ് എന്ന് പറഞ്ഞ ഭക്ഷ്യമന്ത്രി സാമ്പത്തിക പ്രതിസന്ധി വിപണി ഇടപെടലിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് തുറന്നു സമ്മതിച്ചു. വിലക്കയറ്റം രൂക്ഷമായിട്ടും വിപണി ഇടപെടലിന് സർക്കാർ തയ്യാറാകുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സംസ്ഥാനത്തെ അതിരൂക്ഷമായ വിലക്കയറ്റം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്. സകല മേഖലകളിലും വില കയറിയിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണെന്നും
ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടകയെങ്കിലും ഉച്ചഭക്ഷണത്തിന് വേണ്ടി മാറ്റിവെച്ചുകൂടെയെന്നും അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടിയ റോജി എം ജോൺ. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് എന്നുള്ളത് ഈ നാട് മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സർക്കാരിന് മാത്രം അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. വിപണിയിൽ പച്ചക്കറിയുടെ വില വർധനവ് ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പറയുന്നത്. സർ, കേന്ദ്ര സർക്കാർ നയങ്ങളാണ് വിലക്കയറ്റത്തിന് പ്രധാന കാരണമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. സാമ്പത്തിക പ്രയാസം വിപണി ഇടപെടലിനെ ബാധിച്ചുവെന്നും മന്ത്രി തുറന്ന് സമ്മതിച്ചു. കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന വികലമായ സാമ്പത്തിക നയങ്ങളാണ് ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തുന്നത്. പൊതുവിപണിയേക്കാൾ ഹോർട്ടികോർപ്പിൽ വില വർധനമെന്നും സപ്ലൈകോയെ കുഴിച്ചുമൂടിയവരെന്ന ഈ സർക്കാരിനെ ചരിത്രത്തിൽ അറിയപ്പെടുമെന്നും പ്രതിപക്ഷ നേതാവ്. സപ്ലൈകോയുടെ 50ാം വാർഷികം ആഘോഷിച്ചിട്ട് സപ്ലൈകോയുടെ ചരിത്രം പറയുകയാണ് മന്ത്രി. നമ്മുടെ സർക്കാരിന്റെ ഏജൻസികൾ മുഴുവൻ ഫെയിൽ ചെയ്യുക. സപ്ലൈകോ തകർന്നു, ഹോർട്ടികോർപ്പ് മോശമായി, നമ്മുടെ സംഭരണങ്ങൾ എല്ലാം പാളുന്നു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. 24 തിരുവനന്തപുരം. ഹൈക്കോടതിയിൽ നിന്ന് ഇന്ന് വന്ന വളരെ ശ്രദ്ധേയമായ ഒരു പരാമർശത്തിലേക്കാണ് ഇനി വാർത്താമഴ കടക്കുന്നത്. കൊളോണിയൽ കാലഘട്ടത്തിലെ പെരുമാറ്റ രീതികൾ കേരള പോലീസ് മാറ്റണമെന്ന് ഹൈക്കോടതിയുടെ വിമർശനം. സൈനികർ ചെയ്യുന്ന കാര്യങ്ങൾ പിന്തുടരണമെന്നും കോടതി ആവശ്യപ്പെട്ടു. ആലത്തൂരിൽ അഭിഭാഷകനോട് പോലീസ് മോശമായി പെരുമാറിയെന്ന കേസ് പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ഈ വിമർശനം. ഹൈക്കോടതിയിൽ ഓൺലൈനായി ഹാജരായ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബിന് ഏറ്റുവാങ്ങേണ്ടി വന്നത് രൂക്ഷ വിമർശനം. സർക്കുലർ ഇറക്കിയിട്ടും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് എന്തുകൊണ്ട് തുടർച്ചയായി വീഴ്ചകൾ ഉണ്ടാകുന്നുവെന്ന ആദ്യ ചോദ്യം. പോലീസ് സ്റ്റേഷൻ ഭയമുളവാക്കുന്ന സ്ഥലമാകരുത്. ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ DGPക്ക് സാധിക്കണം. പുതിയ ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ പരിശീലനം നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വീഴ്ചയിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നായിരുന്നു DGPയുടെ വിശദീകരണം. ആലത്തൂർ മുൻ SIക്കെതിരെ തുടർച്ചയായി പരാതികൾ ഉണ്ടാകുന്നുവെന്നും വിഷയത്തിൽ പ്രത്യേക ശ്രദ്ധ വേണമെന്നും സംസ്ഥാന പോലീസ് മേധാവിയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. SI റെനീഷിനോട് വിശദീകരണം തേടിയിട്ടുണ്ട്. വിശദീകരണം തൃപ്തിയല്ലെങ്കിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും DGP അറിയിച്ചു. 24 കൊച്ചി. യാക്കോബായ ഓർത്തഡോക്സ് പള്ളിത്തർക്കത്തിൽ സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. വിധി നടപ്പാക്കാത്തത് ഭരണ സംവിധാനങ്ങളുടെ പരാജയമെന്നും സർക്കാർ നടപടികൾ പ്രഹസനമാണെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വിമർശിച്ചു. കേസ് അടുത്ത മാസം 8-ന് വീണ്ടും പരിഗണിക്കും. സുപ്രീം കോടതി വിധി നടപ്പിലാക്കാൻ ആവശ്യമായ നടപടികൾ പോലീസ് സ്വീകരിക്കുന്നില്ലെന്ന് ഓർത്തഡോക്സ് വിഭാഗം കോടതിയിൽ കുറ്റപ്പെടുത്തി. പള്ളി ഏറ്റെടുക്കാൻ ചെല്ലുന്ന ഘട്ടത്തിൽ യാക്കോബായ വിഭാഗം കടുത്ത പ്രതിഷേധം ഉയർത്തുന്നു. ഇത് മറികടന്നാൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടാകുമെന്നായിരുന്നു സർക്കാരിന്റെ വിശദീകരണം. വിധി നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ ആർക്ക് സാധിക്കുമെന്ന് കോടതി ചോദിച്ചു. സുപ്രീം കോടതി വിധിയാണ് നടപ്പിലാക്കാത്തതെന്നും കോടതി ഓർമ്മിപ്പിച്ചു. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ പുരോഗതി അറിയിക്കാൻ സർക്കാരിന് നിർദ്ദേശം നൽകിയ കോടതി ഉത്തരവ് നടപ്പാക്കാൻ തടസ്സം നിൽക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണമെന്നും ആവശ്യപ്പെട്ടു. 24 കൊച്ചി. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ചെയറിൽ ഓം ബിർള. പതിനെട്ടാം ലോക്സഭയുടെ സ്പീക്കറായി ഓം ബിർളയെ തെരഞ്ഞെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയം ലോക്സഭ ശബ്ദവോട്ടോടെ അംഗീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷിനെ മത്സരിപ്പിച്ചുവെങ്കിലും പ്രതിപക്ഷം വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടില്ല. പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്ന് സ്പീക്കറെ ചെയറിലേക്ക് സ്വാഗതം ചെയ്തു. ഓം ബിർളയുടെ അനുഭവ സമ്പത്ത് സഭയുടെ മികച്ച നടത്തിപ്പിന് ഗുണകരമാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രതിപക്ഷ ശബ്ദവും ലോക്സഭയിൽ ഉയരാൻ അവസരം ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് രാഹുൽ ഗാന്ധിയും പ്രതികരിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. Across that stage, I invite Sri Om Birla to come up and occupy the chair. നരേന്ദ്രമോദി അവതരിപ്പിച്ച പ്രമേയത്തെ മുതിർന്ന BJP അംഗങ്ങളും NDA ഘടകകക്ഷി നേതാക്കളും പിന്തുണച്ചു. കൊടിക്കുന്നിൽ സുരേഷിനായി അവതരിപ്പിച്ച പ്രമേയം പിൻവലിക്കാൻ ഇന്ത്യ മുന്നണി തയ്യാറായില്ല. തുടർന്നാണ് ശബ്ദവോട്ടോടെ സഭ ഓം ബിർളയെ സ്പീക്കറായി തെരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, പാർലമെന്ററി കാര്യമന്ത്രി എന്നിവർ ചേർന്ന് ഓം ബിർളയെ അധ്യക്ഷ സ്ഥാനത്തേക്ക് ആനയിച്ചു. സ്പീക്കറെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി ഓം ബിർളയുടെ സ്പീക്കർ പദവി സഭയുടെ നടത്തിപ്പ് സുഗമമാക്കുമെന്ന് വ്യക്തമാക്കി.
പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിഷ്പക്ഷത പാലിച്ച് പ്രതിപക്ഷ ശബ്ദവും സഭയിൽ ഉന്നയിക്കാനുള്ള പിന്തുണ നൽകാൻ സ്പീക്കറോട് ആവശ്യപ്പെട്ടു. ये सदन का सौभाग्य है कि आप दूसरी बार इस आसन पर विराजमान हो रहे हैं. This house represents the voice of India's people. And you, Speaker Sir, are the final arbiter of that voice. Of course, the government has political power, but the opposition also represents the voice of India's people. സ്പീക്കർ തെരഞ്ഞെടുപ്പ് പൂർത്തിയായതോടെ സ്ഥാനമൊഴിഞ്ഞ പ്രോടൈം സ്പീക്കർ ഭക്ത് ഹരി മക്തബിനെ അഭിനന്ദിച്ച് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി രംഗത്തെത്തി. ആർ രാധാകൃഷ്ണൻ, 24, ഡൽഹി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയുടെ ആദ്യ നടപടിയിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. അജണ്ടയിൽ ഉൾപ്പെടുത്താതെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പ്രമേയം അവതരിപ്പിച്ചതാണ് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചത്. പ്രതിപക്ഷത്തെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകാൻ സർക്കാർ ആഗ്രഹിക്കുന്നില്ല എന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ചേർന്ന് ഇരിപ്പിടത്തിലേക്ക് ആനയിച്ചു. അതിനു പിന്നാലെയാണ് അടിയന്തരാവസ്ഥയെ അപലപിച്ച് സഭയിൽ സ്പീക്കർ പ്രമേയം അവതരിപ്പിച്ചത്. അജണ്ടയിലില്ലാത്ത പ്രമേയം അവതരിപ്പിച്ച സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ സഭാ നടപടി തടസ്സപ്പെടുത്തി. भारत पर श्रीमती इंदिरा गांधी द्वारा तानाशाही थोप दी गई, भारत के लोकतांत्रिक मूल्यों को कुचला गया और अभिव्यक्ति की आजादी का गला घोटा गया. ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണ് അടിയന്തരാവസ്ഥയെന്നും ഭരണഘടനയെ ചവിട്ടിമെതിക്കുന്ന സമീപനമാണ് അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഭരണകൂടം സ്വീകരിച്ചതെന്നും സ്പീക്കർ ഓം ബിർള. इमरजेंसी के इस कालेखंड में कांग्रेस की तानाशाह सरकार के हाथों अपनी जान गंवाने वाले भारत के ऐसे कर्तव्यनिष्ठ और देश में प्रेम करने वाले नागरिकों की स्मृति में हम सब 2 मिनट का मौन रखते हैं. പ്രതിപക്ഷ പ്രതിഷേധത്തെ അവഗണിച്ച സ്പീക്കർ അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിലടയ്ക്കപ്പെട്ടവരെയും മരിച്ചവരെയും സ്മരിച്ചുകൊണ്ട് 2 മിനിറ്റ് മൗനം ആചരിച്ചു. സഭ നന്നായി മുന്നോട്ടു പോകണം എന്ന ആഗ്രഹം സർക്കാരിനില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രമേയം അവതരിപ്പിച്ചതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കുറ്റപ്പെടുത്തി. സഭയുടെ സ്പിരിറ്റിന് നേരെ വിപരീതമായിട്ടാണ്. അതാണ് പറഞ്ഞത്. സഭയുടെ ഒരു അങ്ങനെയാണെങ്കിൽ പ്രമേയം പാസ്സാക്കാൻ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. സത്യത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു പ്രതിപക്ഷത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു സഭയായിട്ട് ഇത് മാറണം എന്നുള്ള പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടാണ് ഓം ബിർളയെ കൊണ്ട് ഗവൺമെന്റ് ഇത് പറയിപ്പിച്ചത്. കോൺഗ്രസ് അംഗങ്ങൾ പ്രതിഷേധം തുടർന്നെങ്കിലും മറ്റു കക്ഷികൾ ഇതിൽ നിന്ന് വിട്ടുനിന്നു. 24, ഡൽഹി. പ്രതിപക്ഷ നായകനായി രാഹുൽ ഗാന്ധി. പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ പേര് സ്പീക്കർ അംഗീകരിച്ചു. 10 വർഷം ശൂന്യമായി കിടന്ന ലോക്സഭ പ്രതിപക്ഷ നേതൃപദവിയിലെത്തിയ ആദ്യ ദിവസം തന്നെ തിളങ്ങാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തിയ നേതാക്കളുടെ പട്ടികയിൽ അവസാനത്തെ പേരാണ് ഇന്ന് രാഹുൽ ഗാന്ധി. UPA ഭരണകാലത്ത് വേണ്ടെന്ന് വെച്ച ഭരണഘടനാ പദവി രാഹുൽ ഇത്തവണ പൊരുതി നേടി. പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്ത് ആദ്യ ദിനം പാർലമെന്റിലെത്തിയ രാഹുൽ ഗാന്ധിയിലേക്കായിരുന്നു എല്ലാ കണ്ണുകളും. ആത്മവിശ്വാസത്തിന്റെ ശരീരഭാഷയും ചെറുപുഞ്ചിരിയുമായി സഭയിലെത്തിയ രാഹുൽ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ഓം ബിർളയെ ചെയറിലേക്ക് ആനയിക്കാൻ എത്തിയത് ഭരണപക്ഷത്തെ ഞെട്ടിച്ചു. പ്രചാരണകാലത്ത് ആരാണ് രാഹുൽ എന്ന് പരിഹസിച്ച മോദി തന്നെ അദ്ദേഹത്തെ കൈകൊടുത്ത് സ്വീകരിച്ചത് കാലത്തിന്റെ കാവ്യനീതി. ഭരണഘടന സംരക്ഷിക്കാൻ പ്രതിപക്ഷം സഭയിലുണ്ടാകണമെന്നാണ് തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ തെളിയിച്ചതെന്ന് ഭരണപക്ഷത്തിനുള്ള രാഹുലിന്റെ ഒളിയമ്പ്. This election has shown that the people of India expect the opposition to defend the constitution, the Samvidhan of this country. And we are confident that by allowing the opposition to speak, by allowing us to represent the people of India, you will do your duty of defending the constitution of India. എണ്ണം തികഞ്ഞില്ലെന്ന കാരണത്തിൽ കഴിഞ്ഞ 10 വർഷം ലോക്സഭയിൽ നിഷേധിക്കപ്പെട്ട പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അയോഗ്യനാക്കി പുറത്താക്കാൻ ശ്രമിച്ച രാഹുൽ എത്തുമ്പോൾ അതൊരു മധുര പ്രതികാരം കൂടിയാണ്.
നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ പ്രതിപക്ഷ നേതാവാണ് രാഹുൽ. 1989 പിതാവ് രാജീവ് ഗാന്ധിയും 1999 മാതാവ് സോണിയാഗാന്ധിയും ഈ പദവി വഹിച്ചിട്ടുണ്ട്. 24 ഡൽഹി. ഡൽഹിയിൽ നിന്നുള്ള മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ 3 ദിവസത്തെ CBI കസ്റ്റഡിയിൽ വിട്ടു. ഡൽഹി റൌസ് അവന്യൂ കോടതിയുടേതാണ് ഉത്തരവ്. തന്നെ അപമാനിക്കാൻ CBI തെറ്റായ വിവരങ്ങൾ നൽകുന്നുവെന്ന് കെജ്രിവാൾ കോടതിയിൽ വാദിച്ചു. മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനെതിരായ CBI നീക്കം അപ്രതീക്ഷിതമായിരുന്നു. രാവിലെ വിചാരണ കോടതിയിൽ കെജ്രിവാളിനെ എത്തിച്ചതിന് പിന്നാലെ കേസിൽ CBI അറസ്റ്റ് രേഖപ്പെടുത്തി. കൂടുതൽ ചോദ്യം ചെയ്യലിനായി CBI 5 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടെങ്കിലും 3 ദിവസമാണ് ഡൽഹി റൌസ് അവന്യൂ കോടതി അനുവദിച്ചത്. കസ്റ്റഡി അപേക്ഷയിൽ ശക്തമായ വാദപ്രതിവാദങ്ങളാണ് കോടതിയിലുണ്ടായത്. കെജ്രിവാൾ മുഴുവൻ കുറ്റങ്ങളും മനീഷ് സിസോദിയയുടെ മേൽ പഴിചാരാൻ ശ്രമിച്ചെന്ന് CBI ആരോപിച്ചു. കോടതിയിൽ സ്വയം ബാധിച്ച കെജ്രിവാൾ CBIയുടെ ആരോപണങ്ങൾ നുണയാണെന്ന് മറുപടി നൽകി. സിസോദിയയുടെ മേൽ പഴിചാരിയില്ല എന്ന കെജ്രിവാളിന്റെ വാദം കോടതി ശരിവച്ചു. രാജ്യത്തെ അന്വേഷണ ഏജൻസികൾ ഗ്യാലറിക്ക് വേണ്ടി കളിക്കുകയാണെന്നും കെജ്രിവാളിന്റെ അഭിഭാഷകൻ ആരോപിച്ചു. ശക്തമായ വാദപ്രതിവാദങ്ങൾക്കൊടുവിലാണ് CBI കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവിറക്കിയത്. അതിനിടെ CBI അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സുപ്രീം കോടതിയിൽ നിന്ന് കെജ്രിവാൾ ഹർജി പിൻവലിച്ചു. EDയുടെയും CBIയുടെയും കേസുകളിൽ ജാമ്യം തേടിയുള്ള പുതിയ ഹർജി സമർപ്പിക്കാനാണ് നീക്കം. 24 ഡൽഹി. ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോട്ടയം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും കോട്ടയത്തു നിന്ന്. ടോബി, ഇന്നും കോട്ടയത്ത് അവധിയായിരുന്നു, നാളെയും അവധി പ്രഖ്യാപിച്ചിരിക്കുന്നു. കനത്ത മഴ തുടരുകയാണോ ജില്ലയിൽ ഇപ്പോഴും? തീർച്ചയായിട്ടും വിജയകുമാർ, ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മാത്രമാണ് അല്പം ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. എന്നാൽ ബാക്കിയുള്ള സമയം മുഴുവൻ ശക്തമായിട്ടുള്ള മഴ വിവിധ മേഖലകളിൽ പെയ്യുന്നുണ്ട്. കോട്ടയം നഗരത്തിലും കോഴ അതുപോലെ തന്നെ തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നതായിട്ടാണ് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിക്കുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നാളെ കൂടി അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. എന്നാൽ നാളത്തെ സാഹചര്യം, കാലാവസ്ഥ മുന്നറിയിപ്പുകൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒരു ക്യാമ്പ് വിജയപുരം പഞ്ചായത്തിൽ തുറന്നിട്ടുണ്ട്. അവിടെ 2 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചതായിട്ടുള്ള ഒരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. കനത്ത മഴ തുടരുന്ന കോട്ടയം ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് കളക്ടർ അവധി നൽകിയത്. ടോബി ജോൺസണാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാന റിപ്പോർട്ട്. ISRO ഗൂഢാലോചന കേസിൽ CBI കുറ്റപത്രം സമർപ്പിച്ചു. 5 പ്രതികൾക്കെതിരെ തിരുവനന്തപുരം CJM കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ആർക്കൊക്കെ എതിരെയാണ് കുറ്റപത്രം? എന്തൊക്കെ വകുപ്പുകളാണ് CBI പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്? വിജയകുമാർ, സുപ്രീം കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ISRO ചാരക്കേസ് ഗൂഢാലോചന CBI ഏറ്റെടുക്കുന്നത്. ഈ കേസിലാണ് ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം CJM കോടതിയിൽ 5 പേർക്കെതിരെയാണ് നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. ഈ കുറ്റപത്രത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനി ലഭിക്കാനുണ്ട്. നിലവിൽ 25ഓളം പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തായിരുന്നു CBI കേസ് അന്വേഷിച്ചു വരുന്നത്. ഇതിലായിരുന്നു 5 പേർക്കെതിരെ നിലവിൽ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ മുൻ CBI പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇതിൽ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 5 പേർക്കെതിരെയാണ് നിലവിൽ കുറ്റപത്രം ഉള്ളത്. നേരത്തെ ഈ നമ്പിനാരായണനെ പ്രതികൾ പീഡിപ്പിച്ചിരുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ ചൂഷണം ചെയ്തിരുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആരോപണമായിരുന്നു ഈ കേസിൽ പ്രധാനമായും ഉയർന്നു വന്നത്. ഈ കേസ് CBI ഏറ്റെടുത്തതിന് പിന്നാലെ വിശദമായി ചോദ്യം ചെയ്യലും തെളിവെടുപ്പും അടക്കം നടന്നിരുന്നു. അന്ന് ഈ ആരോപണങ്ങളെല്ലാം നേരത്തെ FIR രജിസ്റ്റർ ചെയ്തിരുന്ന പ്രതികൾ നിഷേധിച്ചിരുന്നു. നമ്പിനാരായണൻ യാതൊരു തരത്തിലും ചൂഷണം ചെയ്തിട്ടില്ല, പീഡിപ്പിച്ചിട്ടില്ല എന്നതടക്കമുള്ള വിശദീകരണങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലൊരു മൊഴികളായിരുന്നു പ്രതികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നത്. അതേസമയം ഈ കേസിൽ സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ വന്നപ്പോൾ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ പ്രതികൾക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ അടക്കം ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഈ പ്രതികൾ ഇടപെട്ടിട്ടുണ്ട്. ഒപ്പം ഈ പാകിസ്ഥാനുമായുള്ള ബന്ധമടക്കം അത്തരത്തിലുള്ള ഗുരുതര പരാമർശങ്ങൾ പോലും ഈ കേസിൽ പ്രതികൾക്കെതിരെ പരാമർശിച്ചിട്ടുണ്ട്. ആ കേസിലാണ് നിലവിൽ ഇപ്പോൾ CBI കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രം ആർക്കൊക്കെയാണ് എന്നുള്ള വിശദാംശങ്ങളാണ് ഇനി അറിയാനുള്ളത്. വൈകാതെ തന്നെ ഈ കേസ് കോടതി പരിഗണിക്കുകയും ചെയ്യും. വിജയകുമാർ.
യെസ്, MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ISRO ചാരക്കേസ് ഗൂഢാലോചന കേസിലാണ് CBI കുറ്റപത്രം സമർപ്പിച്ചത്. 5 പ്രതികൾക്കെതിരെയാണ് തിരുവനന്തപുരം CJM കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. നമ്പി നാരായണനെ കേസിൽ കുടുക്കാൻ നടന്ന ഗൂഢാലോചന സംബന്ധിച്ച് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് CBIയുടെ അന്വേഷണം നടന്നത്. അതിലാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. കളിക്കവിളയിൽ ക്വാറി ഉടമയായ ദീപുവിനെ കഴുത്തറത്തു കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയുമായി കേരളത്തിൽ തമിഴ്നാട് പോലീസിന്റെ തെളിവെടുപ്പ്. പ്രതിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട്. പ്രതി കുറ്റം സമ്മതിച്ചുവെങ്കിലും അന്വേഷണത്തിൽ സങ്കീർണതയുണ്ടെന്ന് പോലീസ് അറിയിച്ചു. കൊലപാതകം നടത്തിയത് താൻ തന്നെയെന്ന് അറസ്റ്റിലായ മലയം ചൂഴാറ്റുകോട്ട സ്വദേശി അമ്പിളി സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ പ്രതിയുടെ മൊഴി പോലീസിനെ വലയ്ക്കുന്നു. കൊലപാതക കാരണം എന്തെന്ന ചോദ്യത്തിന് പ്രതി നൽകിയ മറുപടിയിലാണ് പോലീസിന്റെ നിലവിലെ അന്വേഷണം. ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും പ്രതി നൽകിയിട്ടുണ്ട്. ഇത് പൂർണ്ണമായി പോലീസ് വിശ്വസിച്ചിട്ടില്ല. എല്ലാ വശങ്ങളും പരിശോധിക്കാൻ സമയം വേണമെന്നാണ് തമിഴ്നാട് പോലീസിന്റെ നിലപാട്. ദീപുവും പ്രതിയായ അമ്പിളി എന്ന സജികുമാറുമായുള്ള ഫോൺ സംഭാഷണങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. ദീപുവുമായി പലപ്പോഴായി പ്രതി സാമ്പത്തിക സഹായം കൈപ്പറ്റിയിരുന്നു. എന്നാൽ പണത്തിനു വേണ്ടി മാത്രമാണോ കൊലപാതകമെന്ന കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. 50-ലധികം കേസുകളിൽ പ്രതിയായ അമ്പിളിയുമായി ദീപു എന്തിന് സൗഹൃദം സ്ഥാപിച്ചു എന്ന വിഷയവും അന്വേഷണ പരിധിയിൽപ്പെടുന്നു. കോയമ്പത്തൂരിലേക്കുള്ള യാത്രയിൽ എന്തിന് ഇയാളെ ഒപ്പം കൂട്ടിയെന്നതും പരിശോധിക്കും. നെയ്യാറ്റിൻകര, മലയം, മലയൻകീഴ്, കളിയിക്കവിള എന്നിവിടങ്ങളിൽ എത്തിച്ച് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തും. തിങ്കളാഴ്ച രാത്രിയാണ് ദീപുവിനെ കേരള തമിഴ്നാട് അതിർത്തിയായ ഒറ്റാമരത്ത് കാറിനുള്ളിൽ കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടത്. 24 തിരുവനന്തപുരം. എറണാകുളം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിലെ അംഗനവാടികൾ, പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വ്യാഴാഴ്ച, അതായത് ജൂൺ 27-ന് ജില്ലാ കളക്ടർ NSK ഉമേഷ് അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ, യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല എന്ന് ജില്ലാ PRD അറിയിച്ചിട്ടുണ്ട്. നാളെ എറണാകുളം ജില്ലയിൽ കൂടി അവധിയായിരിക്കും. മറ്റൊരു വാർത്തയിലേക്ക്. ട്രെയിൻ യാത്രക്കിടയിൽ ബർത്ത് പൊട്ടി വീണ് മലപ്പുറം മാറഞ്ചേരി സ്വദേശിക്ക് ദാരുണാന്ത്യം. മാറഞ്ചേരി ഇളയടത്ത് മാറാടിക്കൽ അലിഖാനാണ് മരിച്ചത്. ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലങ്കാനക്കടുത്തുള്ള വാറങ്കലിൽ ചൊവ്വാഴ്ച രാത്രിയാണ് ഈ അപകടമുണ്ടായത്. താഴത്തെ ബർത്തിൽ കിടക്കുകയായിരുന്ന അലിഖാന് മുകളിലേക്ക് സെൻട്രൽ ബർത്ത് പൊട്ടി വീഴുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ അലിഖാനെ റെയിൽവേ അധികൃതർ ഉടൻ തന്നെ വാറങ്കലിലെ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ രാത്രി മരിച്ചു. മൃതദേഹം മാറഞ്ചേരി വടമുക്കുകുന്നത്ത് ജുമാഅത്ത് പള്ളിയിൽ ഖബറടക്കി. ട്രെയിനിന്റെ ബർത്തിന് കേടുപാടുണ്ടായിരുന്നില്ലെന്നും കൃത്യമായി ലോക്ക് ചെയ്യാത്തതാണ് അപകട കാരണമെന്നുമാണ് റെയിൽവേ അറിയിച്ചത്. ഇപ്പോൾ മറ്റൊരു പ്രധാന റിപ്പോർട്ട് വരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരും. ദർവേഷ് സാഹിബിന് 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ഷഫീദ്, വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് മന്ത്രിസഭായോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിജയകുമാർ, ലോക്നാഥ് ബെഹ്റയ്ക്ക് പിന്നാലെ ഷെയ്ഖ് ദർവേഷ് സാഹിബിനും സംസ്ഥാന പോലീസ് മേധാവിയായി തുടരാൻ 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകിയെന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വിവരം. അടുത്ത മാസം 30-ന് ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിരമിക്കാനിരിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന് 1 വർഷം കൂടി നീട്ടി നൽകാൻ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനമെടുത്തത്. അതിൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യം, നേരത്തെ പോലീസിനെതിരെ വളരെ ഗുരുതരമായിട്ടുള്ള വിമർശനമടക്കമുള്ള കാര്യങ്ങൾ സംസ്ഥാനത്ത് ഉയരുന്ന സാഹചര്യമുണ്ട്. ആഭ്യന്തര വകുപ്പിനെ മുഴുവനായി പ്രതിക്കൂട്ടിൽ നിർത്തി പ്രതിപക്ഷം വിമർശനം ഉന്നയിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അതിനിടയിലാണ് ഇതുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായ തീരുമാനത്തിലേക്ക് സംസ്ഥാന സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുന്നത്. 2023 ജൂലൈ 1-നായിരുന്നു ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചുമതലയേറ്റത്. ഇതോടുകൂടി അദ്ദേഹത്തിന് 2025 ജൂൺ വരെ കേരളത്തിന്റെ സംസ്ഥാന പോലീസ് മേധാവിയായി തുടരാനാകും. അത് മന്ത്രിസഭാ യോഗത്തിൽ ഇത് പ്രത്യേക വിഷയമായി പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് ഇപ്പോൾ സംസ്ഥാന സർക്കാർ കടന്നിരിക്കുകയും ചെയ്തിരിക്കുന്നത്. സംസ്ഥാന പോലീസിലെ അച്ചടക്കം പഠിപ്പിക്കാൻ ഷെയ്ഖ് ദർവേഷ് സാഹിബ് ചില കാര്യക്ഷമമായ ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ആഭ്യന്തര വകുപ്പിന്റെ അടക്കം വിലയിരുത്തൽ. അതുകൂടി പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ടിന്റെ കൂടെ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഹൈക്കോടതി ഷെയ്ഖ് ദർവേഷ് സാഹിബ് ഓൺലൈനായി ഹൈക്കോടതി നടപടികളിൽ പങ്കെടുക്കുന്ന ഘട്ടത്തിലാണ് പറഞ്ഞത് DGP നിയന്ത്രിക്കാൻ പറ്റണം സംസ്ഥാന പോലീസ് സേനയെ എന്ന് പറയുന്ന ഒരു വിമർശനം. അത് ഒരു വിമർശനം കൂടിയാണ്. കേരള പോലീസിന് കൊളോണിയൽ കാലത്തെ രീതികളിൽ നിന്ന് നിങ്ങൾ മാറണമെന്ന് DGP ഓൺലൈനായി യോഗത്തിൽ പങ്കെടുക്കുമ്പോഴാണ് കേരള ഹൈക്കോടതിയുടെ വലിയ വിമർശനം ഉണ്ടായത്. ആ ദിവസം തന്നെ അദ്ദേഹത്തിന് സേവനം നീട്ടി നൽകുന്നു 1 വർഷം കൂടി എന്ന വാർത്ത കൂടി വരുന്നുണ്ട്. അത് ഇതിന്റെ കൂടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. വിജയകുമാർ, തീർച്ചയായിട്ടും. കാരണം 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഇതിനു മുൻപൊരിക്കൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് കാര്യമായ ഒരു വിമർശനം
ഏറ്റുവാങ്ങേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും ആഭ്യന്തര വകുപ്പിന്റെയും സർക്കാരിന്റെയും വിലയിരുത്തലനുസരിച്ച് സംസ്ഥാനത്തെ പോലീസിനെ അച്ചടക്കം പഠിപ്പിക്കാൻ അത് പോലീസിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും കൗതുകരമായിട്ടുള്ള കാര്യം. പോലീസിനെ അച്ചടക്കം പഠിപ്പിക്കാൻ ഷെയ്ഖ് ദർവേഷ് സാഹിബിന് കഴിയും എന്നടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് ആഭ്യന്തര വകുപ്പും സംസ്ഥാന സർക്കാരും അദ്ദേഹത്തിന്റെ കാലാവധി നീട്ടാൻ തീരുമാനിച്ചത് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കോടതിയിൽ നിന്നടക്കം വലിയ തരത്തിലുള്ള വിമർശനം പോലീസ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏറ്റുവാങ്ങുന്നുണ്ട്. പ്രത്യേകിച്ച് പോലീസ് നടപടികളിലെ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, കാലതാമസം അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരത്തിൽ ചില വിമർശനം പോലീസിന് ഏൽക്കേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരട്ടെ എന്നുള്ള സർക്കാരിന്റെ തീരുമാനം വരുന്നത്. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടി മന്ത്രിസഭാ യോഗത്തിൽ ഇന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. വിജയകുമാർ. യെസ്, സംസ്ഥാന പോലീസ് മേധാവിയായി ഷെയ്ഖ് ദർവേഷ് സാഹിബ് തുടരും. ദർവേഷ് സാഹിബിന് 1 വർഷം കൂടി കാലാവധി നീട്ടി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇന്ന് ഹൈക്കോടതിയിൽ അദ്ദേഹം ഓൺലൈനായി ഒരു കേസിന്റെ നടപടിയിൽ പങ്കെടുത്ത ഘട്ടത്തിൽ DGPക്ക് ഒരു വിമർശനം, പോലീസ് സേനയുമായി ബന്ധപ്പെട്ട ചില വിമർശനം കൂടി ഉണ്ടായിരുന്നു. DGPക്ക് നിയന്ത്രിക്കാൻ കഴിയണം സേനയെ എന്നതായിരുന്നു കോടതി ഇന്ന് ഭംഗ്യന്തരേണ ആ വിമർശനത്തിലൂടെ സൂചിപ്പിക്കുകയും ചെയ്തത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. തമിഴ്നാട് നീലഗിരിയിൽ വാഹനങ്ങൾ തകർത്ത് കാട്ടാന. ഗൂഡല്ലൂർ നെല്ലാക്കോട്ടോ ടൗണിൽ ഇറങ്ങിയ ആന കാർ തകർത്തു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കാറിലുണ്ടായിരുന്ന യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഈ റിപ്പോർട്ടോടെ വാർത്താമഴി അവസാനിക്കുന്നു. ഇനി കാണാം കൂരായണം. നമസ്കാരം.